ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഇടുക്കി ജില്ലയിലെ ഒരു കിടുക്കാച്ചി സ്പോട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം അങ്ങ് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു നല്ല ചൂട് ചായയും ചെറുകടിയൊക്കെ കഴിച്ചിട്ട് പതിയെ യാത്ര മുമ്പോട്ട് പോകാം. കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിലെ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലം എത്തുന്നതിന് മുമ്പ് റോസ ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു വഴിയോര കച്ചവട കടയാണിത്. അപ്പം നല്ല ചൂട് ചായയും ചെറുകടിയൊക്കെ കഴിച്ച് നല്ല രസമാണ് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുക. അപ്പം പറഞ്ഞു വരുന്നത് നമ്മുടെ നേരെ സ്പോട്ടിലേക്കാണ് പോകുന്നത്. ആ സ്പോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കൂടെ ഞാൻ പറഞ്ഞു തരാം. കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിൽ ചപ്പാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു 14 കിലോമീറ്റർ ഉള്ളിൽ ബ്ലാമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു എസ്റ്റേറ്റ് മേഖലയാണ്. അപ്പം ആ ബ്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ ഈ സ്പോട്ട്. കുമ്മളി കുട്ടിക്കാനം റൂട്ടിൽ നിന്നും നമുക്ക് ഈ ബ്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാം. കുമ്മളി കുട്ടിക്കാനം റൂട്ടിൽ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അകത്തേക്ക് തിരിഞ്ഞാലും ഈ ബ്ലാമല എന്ന് പറഞ്ഞ നമ്മുടെ ഈ സ്പോട്ടിലെത്താൻ പറ്റും. അപ്പോൾ ഈ ഇരുവശത്തും നല്ല തേയിലത്തോട്ടങ്ങളാണ്. ഈ ബ്ലാമല എന്ന് പറയുന്നത് ഒരു എസ്റ്റേറ്റ് മേഖലയാണ് കേട്ടോ. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് ഇതിലെ റോഡ്. അപ്പോൾ ഇരുവശത്തും നല്ല മനോഹരമായ കുന്നുകളും തേയിലത്തോട്ടങ്ങളും അതിൻ്റെ തൊഴിലാളികളും ഒക്കെ ആയിട്ട് മനോഹരമായ ഒരു കാഴ്ച ഈ യാത്രയിൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ അധികം ആർക്കും അറിയാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ബ്ലാമല അരുവിക്കുഴി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഞാൻ ആ പറഞ്ഞ മനോഹരമായ ഒരു പ്ലേസ്. ഇച്ചിരി വഴുക്കലൊക്കെ ഉണ്ട്. വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ പോകുന്നത്. കണ്ടോ, ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ അധികം ആർക്കും അറിയത്തില്ലാത്ത ഒരു സ്പോട്ട് തന്നെയാണിത്. അത്ര രസമാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ നമ്മുടെ ജോസഫ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത പുള്ളിക്കാനത്തും എലപ്പള്ളി വാട്ടർഫോൾസിലും ഒക്കെ പോയി. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടും ഒന്ന് ഇറങ്ങി കുളിക്കണമെന്നുള്ള ആഗ്രഹത്തിലൊക്കെയാണ് പോയത്. പക്ഷേ അതൊന്നും നടന്നില്ല. ആ നിരാശയെല്ലാം ഞങ്ങൾ ഇന്ന് ഇവിടെ തീർക്കാൻ പോവാണ്. അനിയത്തിയുടെ കയ്യിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തിനാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ആ കോട്ടൊക്കെ ഇട്ടാണ് പുള്ളിക്കാരി വെള്ളത്തിൽ ഇറങ്ങിയതും അവിടെ കുളിക്കാനൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ആ നിരാശ ശരിക്കും അങ്ങോട്ട് അർമാദിച്ച് ആ വിഷമമൊക്കെ മാറ്റി നീന്തി കുളിച്ചു, മുങ്ങി. നല്ല രസമാണ് അവിടെ കുളിക്കാനൊക്കെ ആയിട്ട്. നല്ല തണുത്ത വെള്ളമാണ്. നീന്തൽ അറിയത്തില്ലാത്തവരൊന്നും എടുത്ത് ചാടിയേക്കില്ല കേട്ടോ വരുന്ന വഴിക്ക്. കാരണം ചില ഭാഗത്ത് ചെറിയ നല്ല കുഴിയുണ്ട്. അപ്പം നീന്തൽ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സർക്കസൊക്കെ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ട്രെൻഡിനൊപ്പം ഞാനും പോയി. ഇപ്പോൾ കല്ലൊക്കെ മൂടി വെച്ചിട്ട് ഒരു ട്രെൻഡ് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ട്രെൻഡിനൊപ്പം ഞാനും അങ്ങ് കൂടി. ഞാനും ഒരു കല്ലൊക്കെ വെച്ച് ഒരു ചെറിയൊരു സംവിധാനം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഇവിടെ വരാൻ സാധിക്കുന്നവരെല്ലാം വരണം. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്തൂടെയാണ് ഇതിലേക്ക് ഇറങ്ങി വരാനുള്ള വഴികളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയ പാസ്സൊക്കെ കൊണ്ട് ഇപ്പോൾ നമ്മൾ സീസണൊന്നും അല്ലാത്തതുകൊണ്ടും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മളോട് ചേട്ടൻ പൈസയൊന്നും മേടിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് ആർമാദിച്ച് ഒരു എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പം ഇതുപോലെ ഒരു മനോഹരമായ പ്ലേസൊക്കെ കാണുവാണെങ്കിൽ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ നമുക്കുണ്ടാവണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം കേട്ടോ. അപ്പം ബൈ.